മുസ്ലിം യൂത്ത് ലീഗിന്റെ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം ഭാരവാഹിയായിരുന്നു സുൽഫിക്കർ അലി. അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് മുസ്ലിം യൂത്ത് ലീഗ് പുനഃസംഘടിപ്പിച്ച് അദ്ദേഹത്തിൻ്റെയൊക്കെ പ്രായം കഴിഞ്ഞു പോയി. ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ മാറണമല്ലോ. പുതിയ കമ്മിറ്റി ഭാരവാഹിത്വങ്ങളൊക്കെ ഏറ്റെടുത്തു കഴിഞ്ഞു. അദ്ദേഹം ഇപ്പോൾ മാതൃസംഘടനയുടെ ഭാഗമാണ്. സുൽഫിക്കർ അലി, മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ സംഘടനാ ശക്തി എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിൽ മാത്രമല്ല, എല്ലായിടത്തും അത് ഏറ്റവും പാണക്കാട് കുടുംബത്തിന്റെ ആ നിർദ്ദേശങ്ങൾ പാലിച്ചു കൊണ്ടുപോകുന്ന, കൃത്യമായ രീതിയിൽ പോകുന്ന ഒരു സംഘടന ശക്തിയുള്ള പാർട്ടിയാണ്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. രാജ്യം ഇതുവരെ കാണാത്ത ഒരു വലിയൊരു പ്രക്ഷോഭം ഡൽഹിയിൽ സംഭവിക്കുന്നു. ഒരുപക്ഷെ ഇതുവരെ ഉണ്ടായിട്ടില്ല. കുട്ടികൾ അവരുടെ ഭാവിക്ക് വേണ്ടി, അവരുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി, ഒരുപക്ഷെ നീറ്റ് പരീക്ഷാ ക്രമക്കേടൊക്കെ അങ്ങനെ ഒരു സംഭവമാണ്. കേന്ദ്രമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് വലിയൊരു സമരം നടത്തി, അതിലവർ വിജയിച്ചു. ഇതിലൂടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ CJP എന്ന സംഘടന ഉൾപ്പെടെ എന്ത് സന്ദേശമാണ് നൽകി? താങ്കളുടെ അഭിപ്രായം? ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസിന്റെ ഒരു പരാമർശമാണ് കോക്രോച്ച് എന്ന് പറയുന്ന ഒരു പരാമർശം. അത് ഇന്ത്യയിൽ ഒരു വലിയ യുവജന പ്രക്ഷോഭമായി, പ്രത്യേകിച്ച് വിദ്യാർത്ഥി പ്രക്ഷോഭമായി ഡൽഹിയിൽ തുടങ്ങി വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലൂടെ ഹിന്ദി ബെൽറ്റുകളിലൊക്കെ കടന്നു ചെന്നുകൊണ്ട് വലിയൊരു പ്രക്ഷോഭമായി മാറി. അതിൻ്റെ ഒരു പ്രചാരണം നമുക്കറിയാം. നീറ്റ് പരീക്ഷയിലെ ചോദ്യപേപ്പർ ചോർച്ചയിൽ സംബന്ധമായിട്ടുണ്ടായതാണെങ്കിൽ പോലും ഇന്ത്യയിലെ നിലവിലുള്ള രാഷ്ട്രീയ സംവിധാനത്തോട്, ധാർഷ്ട്യ രാഷ്ട്രീയത്തോടുള്ള ഒരു വിയോജിപ്പിന്റെ ഭാഗം കൂടിയാണ് സമരം. തീർച്ചയായും അതിൻ്റെ ഒരു അലയൊലികളാണ് നമ്മുടെ ഈ ഇന്ത്യ രാജ്യം ഒട്ടാകെ, പ്രത്യേകിച്ച് കേരളത്തിലെ പല ഭാഗങ്ങളിൽ പോലും അതിൻ്റെ അലയൊലികൾ ഉണ്ടായി എന്നുള്ളത് ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസത്തിന് വകയുണ്ട് എന്നുള്ളതാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഡൽഹിയിൽ അത്രയും വലിയൊരു സമരം നടന്നിട്ട് കേരളത്തിൽ നിന്നും ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളൊക്കെ ഇവിടുന്ന് അവിടെ ചെന്ന സമരത്തിന്റെ ഭാഗമായി. പിന്നെ MSFന്റെ ഒന്നോ രണ്ടോ പേരെയൊക്കെ അവിടെ കണ്ടിരുന്നു എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ എന്നാലും UDF മുഖ്യമന്ത്രിയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ UDFന്റെ ഭാഗമായ വിദ്യാർത്ഥി സംഘടനകളെ അവിടെ കണ്ടില്ല എന്ന തരത്തിൽ ആക്ഷേപമാണ്. പലരും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പരിഹാസവും ആക്ഷേപമുണ്ട്. എന്തുകൊണ്ടായിരിക്കും? അവർക്ക് സമയം കിട്ടിക്കാണൂല? ഡൽഹിയിൽ ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള യുവജന സംഘടനകളൊക്കെ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടുണ്ട്. മിക്കവാറും ചില സംഘടനകളൊക്കെ സാമൂഹ്യ മാധ്യമ ഇടപെടലുകളിലൂടെയും, അതുപോലെ തന്നെ MSFന്റെ വിദ്യാർത്ഥി സംഘടന, MSF എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന ഈ പ്രക്ഷോഭത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ഉളവാക്കുന്ന ഒരു വസ്തുതാപരമായ കാര്യം എന്ന് പറയുന്നത് പ്രധാനമന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇവരുടെയൊക്കെ ഈ ധാർഷ്ട്യം നിറഞ്ഞ സമീപനത്തോടുള്ള അങ്ങേയറ്റത്തെ വിയോജിപ്പാണ്. അതിൽ ഇവിടുത്തെ വിദ്യാർത്ഥി സംഘടനകളും അവരുടേതായ ഭാഗധേയത്വം നിർവഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കി. പ്രധാനമന്ത്രി തന്നെ അവസാനം കുട്ടികളോട് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ, ഇതിൽ നടപടികൾ ഉണ്ടാകും, അന്വേഷണം ഉണ്ടാകും, ഏറ്റവും മികച്ച ആളുകളെ കൊണ്ട് തന്നെ ഇനി പരീക്ഷയുടെ കാര്യങ്ങൾക്ക് നിയന്ത്രണം ഉണ്ടാകും. അപ്പോൾ പ്രധാനമന്ത്രി തന്നെ എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട്. പിന്നെ ധർമ്മേന്ദ്ര പ്രധാൻ അദ്ദേഹം രാജി വെക്കണം എന്നതാണ് ആ കുട്ടികളുടെ ആവശ്യം, CJPയുടെ ആവശ്യമായിരുന്നത്. ആവശ്യം അംഗീകരിച്ച് അത് നടന്നു. അവർ സമരം വിജയിച്ച അവിടെയുള്ള ഉദ്യോഗസ്ഥർക്കായാലും എല്ലാവരോടും ടാറ്റ പറഞ്ഞ് അവർ പോയി. അപ്പോൾ ഈ രാജ്യത്ത് ഇതുപോലെയുള്ള സംഭവങ്ങൾ നടന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ, ജൻസികൾ ഉണർന്ന് എണീക്കുന്നത് എന്തെങ്കിലും ഒരു പ്രതീക്ഷ. ഇപ്പോൾ നിങ്ങൾ ഈ ഭരണകൂടത്തിനെതിരെയാണല്ലോ എല്ലാ കക്ഷികളും ഇങ്ങനെ പറഞ്ഞു വെക്കുന്നത്. അത് UDF ആയിക്കോട്ടെ, LDF ആയിക്കോട്ടെ, എല്ലാവരും കേന്ദ്ര ഭരണത്തിനെതിരെയാണ്. അപ്പോൾ ഈ വിദ്യാർത്ഥികൾ നടത്തിയ ഇത്തരം ഒരു പ്രക്ഷോഭത്തിലൂടെ ഇനി ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിച്ചേക്കാം എന്നൊരു സന്ദേശം കേന്ദ്ര സർക്കാരിന് കിട്ടിയിട്ടുണ്ടാവും. തീർച്ചയായിട്ടും പല പാശ്ചാത്യ രാജ്യങ്ങളിലും ഭരണകൂട അട്ടിമറിക്ക് വരെ നേതൃത്വം കൊടുത്തിട്ടുള്ളത് വിദ്യാർത്ഥി സംഘടനകളാണ്. നമുക്ക് ഇപ്പൊ മുല്ലപ്പൂ വിപ്ലവം എന്ന് പറഞ്ഞ് അറബ് നാടുകളിലൊക്കെ തന്നെ ഒരു വിപ്ലവത്തിന് നാന്തി കുറിക്കുകയുണ്ടായി. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതും അവിടുത്തെ വിദ്യാർത്ഥി സംഘടനകളാണ്. ഈ ഇന്ത്യയുടെ ഒരു പ്രത്യേക പരിതസ്ഥിതിയിൽ ഇത്തരം ഒരു രാഷ്ട്രീയമായിട്ടുള്ള വലിയ ഒരു പ്രഹരമേൽക്കാൻ, കേന്ദ്ര സർക്കാരിന് പ്രഹരമേൽക്കാൻ കാരണഭൂതമായിട്ടത് ഇന്ത്യയിലെ മുഴുവൻ വിദ്യാർത്ഥി സംഘടനകളും ഈ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി എന്നുള്ളതാണ്. എന്തിനേറെ പറയുന്നു, ABVPയിലെ പോലും വിദ്യാർത്ഥി സംഘടനകൾ പരോക്ഷമായി ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടായിട്ടുണ്ട്. കേന്ദ്രമന്ത്രിയുടെ മകള് വരെ. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ നമുക്കറിയാലോ, കേരളത്തിലെ സാംസ്കാരിക നേതാക്കന്മാർ, ഇന്ത്യയിലെ സാംസ്കാരിക ബുദ്ധിജീവികൾ, അവരുടെ പിന്തലമുറക്കാർ എന്ന് പറഞ്ഞാൽ അവരുടെ മക്കൾ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ ഈ സമരത്തിന്റെ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. സുരേഷ് ഗോപിയുടെ മകൻ നമ്മുടെ കേന്ദ്രമന്ത്രിയാണ്. കേരളത്തിൽ നിന്നുള്ള
പിന്നെ കേന്ദ്രമന്ത്രിയാണ് സുരേഷ് ഗോപി. അദ്ദേഹത്തിന്റെ മകൻ ഈ സമരത്തെ അനുകൂലിച്ചു. മോഹൻലാലിന്റെ മകൻ ഈ സമരത്തെ മോഹൻലാലിന്റെ മകൾ വിസ്മയ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. അത്തരത്തിൽ ഇതൊരു വലിയ മൂവ്മെന്റ് ആയിട്ട് മാറി. തീർച്ചയായും ഇത് ഒരു ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയോട് കൂടെ അവസാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിന്റെ അലയൊലികൾ വരും ദിവസങ്ങളിൽ ഇന്ത്യ ഒട്ടാകെ ഉണ്ടാവുമെന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒരു വിശ്വാസം. അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി. ഏതായാലും മാതൃസംഘടന മുസ്ലിം ലീഗിൽ ഇപ്പോൾ യൂത്ത് ലീഗിൽ നിന്ന് മാറി ഇനി മുസ്ലിം ലീഗിൽ ഒരു താങ്കളെ ഏതെങ്കിലും ഒരു നേതൃസ്ഥാനത്തേക്ക് ഇപ്പോൾ ഉന്നത നേതൃത്വം പരിഗണിച്ചാൽ ആ പരിഗണിക്കുന്നത് പാർട്ടി ഏൽപ്പിക്കുന്ന ഒരു ഉത്തരവാദിത്വത്തെ ഏറ്റവും മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസമുണ്ടോ? അങ്ങനെ ഒരു നേതൃത്വം താങ്കളെ ഏൽപ്പിക്കാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ ഏൽപ്പിച്ചാൽ അത് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസം. സംഘടന അങ്ങനെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചാൽ അത് ഏറ്റെടുക്കുന്നതിൽ വിരോധമൊന്നുമില്ല. സംഘടനയുടെ ഒരു ഭാരവാഹിത്വവും നമ്മൾ പ്രതീക്ഷിച്ചിട്ടും അതിന്റെ പുറകിൽ ഒരു കാലത്തും പോയിട്ടില്ല. ഭാവിയിൽ മുസ്ലിം ലീഗിന്റെ ഭാഗമായി തുടരുന്നു. സംഘടന എന്ത് ഉത്തരവാദിത്തം ഏൽപ്പിച്ചാലും ഇല്ലെങ്കിലും ഈ ഹരിത രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കാൻ വല്ലാത്തൊരു സുഖമുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തുടർന്ന് പോകണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഹരിത രാഷ്ട്രീയം ഒരുപക്ഷെ മലപ്പുറം ജില്ലയിൽ മാത്രമല്ല, മലബാറിൽ മാത്രമല്ല, കേരളത്തിലെമ്പാടുമുള്ള മുസ്ലിം ലീഗിന്റെ, അത് ഇന്ത്യയിൽ എവിടെയൊക്കെ ഉണ്ട് അവിടെയൊക്കെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഈ വന്ന് പോയി അവിടെ കാല് വെച്ച ആളുകളെല്ലാം ഉദ്ദേശിച്ചത് അങ്ങനെ ഉണ്ടാകും കുറെ പേര്. മുസ്ലിം ലീഗിനെ അതിരേറ്റ് സ്നേഹിക്കുന്നവർക്ക് ആ ഹരിത പതാകയോട്, ഹരിത രാഷ്ട്രീയത്തോട് വല്ലാത്തൊരു മുഹബത്താണ്. അങ്ങനെയല്ലേ? ഒരു സ്നേഹമാണ്. ഇനി എന്തൊക്കെ പറഞ്ഞാലും അത് വിട്ടൊരു കളിയില്ല. ഇലക്ഷൻ ഒന്നിച്ചു കൂടുക, ജയിപ്പിക്കുക, അത് കഴിഞ്ഞ് അവരുടെ തൊഴിൽ മേഖലകളിലേക്ക് കടക്കുക. അതാണ് ശരിക്കും മുസ്ലിം ലീഗ് പ്രവർത്തകർ. ഈ പാണക്കാട് കുടുംബം, പാണക്കാട് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റ്, അവിടെ നിന്നൊരു നിർദ്ദേശം വരുന്നു, അത് അതേപോലെ പാലിക്കുന്നു. അതൊരു വല്ലാത്ത സംഘടനാ ശക്തി തന്നെയാണല്ലേ. ഒരാൾ വെറുതെ ഏകാധിപത്യം പോലെ വിളിച്ച് ആജ്ഞാപിക്കുകയല്ല, നിർദ്ദേശിക്കുന്നു. എതിർക്കാവുന്നവർക്ക് എതിർക്കാം, പക്ഷെ ആരും എതിർക്കില്ല. കാരണം ആ വാക്കുകൾക്ക് അത്രയും മൂല്യം ഉണ്ടാകും. ഏതായാലും താങ്കളെ കാത്ത് നല്ല പദവികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രവർത്തകർ പലരും എന്നോട് പറഞ്ഞത്. കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ. പാർട്ടിയുടെ ഭാഗമായിട്ട്, മുസ്ലിം ലീഗിന്റെ ഭാഗമായിട്ട് എല്ലാ ആശംസകളും നേരുന്നു. ജബ്ബാർ വേണാട്, വൺ ന്യൂസ് ലൈവ്, പെരിന്തൽമണ്ണ. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പൊന്നോണം വരവായി. ഓണാഘോഷങ്ങളെ വരവേൽക്കാൻ സ്കൈ ഗോൾഡും ഒരുങ്ങി. സ്കൈ ഗോൾഡിൽ കോയിൻ ഓണം ഓഫർ. അരപ്പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് നേടാം ഫ്രീ ഗോൾഡ് കോയിൻ. 50,000 രൂപയ്ക്ക് മുകളിലുള്ള ഡയമണ്ട് പർച്ചേസുകൾക്കും സ്വന്തമാക്കാം ഫ്രീ ഗോൾഡ് കോയിൻ. കൂടാതെ ഓരോ പർച്ചേസിനും ലഭിക്കുന്ന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ഐഫോൺ നേടുവാനുള്ള സുവർണാവസരവും. ഈ ഓണം സമൃദ്ധിയുടേതാക്കൂ സ്കൈ ഗോൾഡിനൊപ്പം. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി, പെരിന്തൽമണ്ണ, നിലമ്പൂർ ആൻഡ് പൊന്നാനി. ഏവർക്കും സ്കൈ ഗോൾഡിന്റെ ഹൃദയം നിറഞ്ഞ പൊന്നോണാശംസകൾ.